മോദിജി എന്ത് നല്ലത് കൊണ്ടുവന്നാലും അതിന് ആദ്യത്തിൽ ഇവർ ഒരു കുറ്റം കുറവും കണ്ടെത്തുകയാണ്. കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയും. അതാണ് അവർ കാണുന്നത്. ഇവർക്കറിയാം നമ്മളിവിടെ അല്ലേ ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന 2 കുത്തിത്തിരിപ്പൻ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. ഇവർക്കറിയാം മോദിജി എന്തും കൊണ്ടുവരുന്നത് വളരെ സൂക്ഷിച്ചും കണ്ടും വളരെ ശ്രദ്ധിച്ചും അതുപോലെ വിജയിക്കുന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് എന്ന് പറയുന്നത് കേട്ടോ. ജാതിയില്ല, മതമില്ല, അവിടെ പാർട്ടിയില്ല. ഇവർക്കൊക്കെ അനുയോജ്യമായ കാര്യങ്ങളാണ് മോദിജി കൊണ്ടുവരുന്നതെന്ന് അറിയാം. പക്ഷെ ഏതിനും നമ്മൾ ഈ കുത്തിത്തിരിപ്പന്മാർ ഒരു നെഗറ്റീവ് ഇടുന്നത് എന്തിനാണ്? അതായത് ഇവർക്ക് ഇവിടെ മൂന്നാമതൊരു സത്യസന്ധരായിട്ടുള്ള ഒരു പാർട്ടി വന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ 2 പാർട്ടിക്കാർ ഇപ്പം നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടാളും ആളുകളിടയിൽ ഒരു കീരിമ്പാമ്പും അങ്ങനെ പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിലും നമ്മൾ ശരിക്ക് എന്ന് വെച്ചാൽ ഇരുട്ടിൽ, അതല്ലെങ്കിൽ നമ്മൾ ഈ ആളുകൾ കാണാത്ത ഒരു സമയത്ത് നമ്മളെങ്ങനെയാണ് വളരെ ഒന്നായിട്ട്. അതാണ് ഇവിടെ ഉള്ള 2 പാർട്ടിക്കാർ ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിടയ്ക്ക് മൂന്നാമതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു പാർട്ടി വന്നാൽ എങ്ങനെ ഇരിക്കും? ഇവരെ എന്ന് വെച്ചാൽ ഈ 2 പാർട്ടിക്കാരും കള്ളത്തരം പൊളിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളെ മോദിജി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ വളരെ സത്യസന്ധമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അത് കുറച്ച് കാലം ജനങ്ങളിങ്ങനെ വിശ്വസിക്കുകയാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ തയ്ച്ച് വളരുന്നത്. സീറ്റ് നിൽക്കട്ടെ, സീറ്റൊക്കെ നമുക്ക് വന്നോളൂ. ഇവിടെ നമുക്ക് കൊറോണ സമയം എടുക്കാം. കൊറോണ സമയത്ത് മോദിജി അരി, ഗോതമ്പ്, കടലവർഗ്ഗങ്ങൾ എല്ലാതും ഓരോ മാസം 30 ദിവസം ആകുമ്പോഴേക്കിന് ഓരോ വീട്ടിലും എന്ന് വെച്ചാൽ അവിടെ ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ഇങ്ങനെ തള്ളുകയാണ്. ഇവരെന്താ ചെയ്യണം? അയൽവാസിയോട് ചോദിക്കുക, നിനക്ക്, കാരണം ഞാൻ പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തില്ല കേട്ടോ, ഞാൻ അത് കേൾക്കണം, നിനക്ക് ഉഴുന്ന് വേണോ? എനിക്ക് വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഉഴുന്നിനൊക്കെ എന്താ വില നിങ്ങൾ ആലോചിച്ചോക്ക്. അടുത്ത അയൽവാസിനോട് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് കുറച്ച് കടല തരട്ടെ? വേണ്ട വേണ്ട, അവിടേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഈ ഉഴുന്നായാലും കടലയായാലും അരിയായാലും ഗോതമ്പായാലും ഇപ്പോൾ പച്ചക്ക് കുഴിച്ച് മൂടാൻ വയ്യ. കാരണം അത്രമാത്രം നമ്മൾ മോദിജി ഓരോ വീട്ടിൽ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവരെന്താ ചെയ്യണം? ഗോതമ്പിൽ നിറയെ ആ പ്രാണി ഉണ്ടല്ലോ, എന്താണ് ആ സാധനത്തിൻ്റെ പേര്? കുറിഞ്ചാത്തെന്ന് പറയുമ്പോൾ ഇവിടെ അത് വന്നിട്ട് ഇവരിങ്ങനെ മുറ്റത്ത് വെയിലത്ത് പരത്തിയിട്ടാണ്. ഏതൊരു വീട്ടിൽ നിങ്ങൾ ഈ കൊറോണ കാലത്തില്ല ഈ 2 വർഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആളുകൾ ഇങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ പറയും അവർ ഗൾഫിൽ നിന്ന് വന്നാൽ തോന്നിട്ടോ നല്ല വണ്ണം വരും. അതേപോലെ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പിന്നെ ഈ കൊറോണ കാലത്ത് നിങ്ങളൊരു വീട്ടിൽ കയറിയൊക്കെ ഇങ്ങനെ ആകെ നല്ല തടിച്ച് വണ്ണം കൂടി നിൽക്കണം. എന്താ സംഭവം? ഇത് തിന്നിരിക്കല്ല, അതോ നല്ല നല്ല സാധനങ്ങൾ. അപ്പോഴും ഇവരെന്താ പറഞ്ഞത്? ആ അരി പുഴുവരിച്ചല്ലേ, ഈ ഗോതമ്പും കുറിഞ്ചാത്തം വന്നല്ലേ, ഇതൊക്കെ പറയണത്. പിന്നെ മോദിന്റെ കടല അത് താന്നത്, അത് എന്ത് ലോക്കൽ, ഇതൊക്കെ പറയണത്. നല്ലത് പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മൾ മോദിജി വാക്സിൻ കൊടുത്തു. അപ്പം എന്താ പറയുക, ഏറ്റവും മോശപ്പെട്ട വാക്സിനാണ് നമ്മളത്, അത് കൊടുക്കേണ്ടത്. നമ്മളെ ഇന്ത്യൻ്റെ വേണ്ട, നമ്മൾ അമേരിക്കൻ്റെ റഷ്യൻ്റെ ഒക്കെ ഇങ്ങോട്ട് വരട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നെ അത് പറയണ് ഈ പറയപ്പെട്ട നാട്ടിലേക്കൊക്കെ സൗദി അറേബ്യ ദൂരത്തൊക്കെ നമ്മളെ നാട്ടിലുള്ള വാക്സിൻ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ വാക്സിൻ കയറ്റി പോവാണ് അങ്ങനെ. അപ്പം നമ്മളെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, ആ അസുഖം വന്ന സമയത്ത് പോലും ഈ കുത്തിത്തിരിപ്പന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തിന്? ഈ വാക്സിൻ കേട്. അപ്പോൾ നമ്മളെ അരികൾക്ക് കേട്, ഗോതമ്പിന് കേട്, നമ്മൾ വാക്സിന് കൊടുത്തു അതിന് കേട്. പിന്നെ അടുത്തത് നമ്മളെ 1 സെന്റ് ഭൂമി മതി നിങ്ങൾക്ക്, നിങ്ങൾ പരീക്ഷിച്ചു 1 സെന്റ് ഭൂമിയിൽ നിങ്ങൾ മുളക് മരം, എല്ലാവരും പറയും പച്ചമുളക്, ആ ഒരു പച്ചമുളക് ഉണ്ടായാൽ മതി, കൃഷിയായി നിങ്ങൾക്ക്. നമ്മളെ കർഷകൻ ആ പറയപ്പെട്ട പേപ്പറുകളൊക്കെ നിങ്ങൾ നമ്മളെ കൃഷിഭവനിൽ കൊടുത്തു നോക്ക്. എത്ര ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. അവിടെ കൊടുക്കുമ്പോൾ ഈ 2 പാർട്ടിക്കാരും പറഞ്ഞു കേട്ടോ, അത് കൊടുക്കണ്ട, നിങ്ങളെ കൃഷിഭൂമിയൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ആദ്യം മോദിജി ഒരു 1000, 500, 5000, 6000 ഒക്കെ തന്നിട്ട് മോദിജി അടിച്ചു മാറ്റാൻ നിർത്തുന്നല്ല, ഈ സ്ഥലേ അടിച്ചു മാറ്റുന്ന പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത് നമ്മളോട് തെറ്റിദ്ധരിപ്പിച്ച് ഈ 2 കുത്തിത്തിരിപ്പ് പാർട്ടികളുണ്ടല്ലോ, ഇവരാണിത് കൂടുതൽ വാങ്ങുന്നത്. അപ്പൊ മോദിജി കൊടുത്ത ഈ പൈസ എത്ര ആളുകൾക്ക് കിട്ടിയെന്ന് ചോദിച്ചത്? അത് മതം നോക്കിയാണോ കൊടുത്തിട്ടുള്ളത്? പാർട്ടി നോക്കിയാണോ കൊടുത്തിട്ടുള്ളത്? നിങ്ങളൊക്കെ നിങ്ങൾ അയൽവാസി. ഞാൻ പ്രത്യേകിച്ച് നാട്ടുമ്പുറത്താണ് ഒഴിവ് കിട്ടിയ എൻ്റെ പരിപാടി എന്താണ്? ജാതി മതം നോക്കൂല, ഞാൻ എവിടെയും പോവും, അവരോടൊക്കെ വിശേഷങ്ങൾ ചോദിക്കും, അങ്ങനെ അറിയണം. അതും ചെയ്തു. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മുത്തലാഖിൻ്റെ കാര്യം നമ്മളെല്ലാ ചാനലിലും പറയുന്നതാണ്. അതെന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? മോദിജി എന്തിനാണ് ഞങ്ങളെ മുസ്ലിംസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ആലോചിച്ച് നോക്കണം. പക്ഷേ ആദ്യം നമ്മളെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളൊന്ന് തെറ്റിദ്ധരിച്ച് അവർ റോട്ടിലൊക്കെ ഇറങ്ങി മുത്തലാഖ് വേണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താണ്. ആ പാവങ്ങൾക്ക് അത് മനസ്സിലായപ്പോൾ ഇപ്പം എന്താണെന്നറിയോ? ഈ കേരളത്തിൽ 1000 വോട്ടുള്ളൂ BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹൈന്ദവർ ക്രിസ്ത്യാനികൾ ചെയ്ത് പോട്ടെ. പക്ഷെ ഞങ്ങൾ മുസ്ലിംസിന്റെ വോട്ട് 1000 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ 950 എണ്ണം ഞങ്ങളെ സ്ത്രീകളുടെ നിന്നാണ്. അത്രമാത്രം എനിക്കറിയാം മോദിജിനെ സ്നേഹിക്കണം ഒരുപാട് ലേഡീസ്, എല്ലാ മതത്തിലും കേട്ടോ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ. റേഷൻ കാർഡ് ആലോചിച്ച് നോക്കും, ആരുടെ പേരിലാണ്? എന്തൊരു കാര്യം ആലോചിച്ച് നോക്കും നിങ്ങൾ. ആദ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇല്ലാണ് മോദിജി ചെയ്യുന്നത്, പിന്നെ പാവപ്പെട്ടവരെ കൂടെ താലിബാൻ അങ്ങനത്തെ ഒരു ഇത്. അങ്ങോട്ട് പോലും എന്നുവെച്ചാൽ അഫ്ഗാനിസ്ഥാനക്ക് പോലും സാധനങ്ങൾ. അപ്പോൾ അതെന്താണ്? ഈ ചാണകമായിട്ടുള്ള മോദിജി ഈ ചാണകം കൊണ്ട് ഉണ്ടാക്കിയ അതെ നിങ്ങൾ ആലോചിച്ച് ഒരു കപ്പ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ മാന്തണം ചാണകം ഇടുക, അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ ആ
ഭക്ഷണമാണ് എവിടുക്കത്തിന്. ഞങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മുസ്ലിംസ് എന്ന് പറഞ്ഞു നടക്കുന്ന താലിബാനിക്കും അഫ്ഗാനിസ്ഥാനിക്കും ഒക്കെയാണ് ഇപ്പൊ കയറ്റി വിടുന്നത്. ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ ഒരു വേറെ സംഭവം പറഞ്ഞില്ല, സത്യം തന്നെ അല്ല. അതായത് സൗദി അറേബ്യക്ക് എത്ര 10 ചാണകം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് അവർക്കും ചാണകത്തിന് നമ്മൾ അന്നേ പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചാണകത്തിന്റെ ഗുണം എന്താ. നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചു. അത് പറഞ്ഞിട്ട് നമ്മൾ ട്രോളിയെ നിങ്ങൾക്ക് അറിയാലോ. അന്നത്തെ ആ ചാനലൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് സുൽഫത്ത് ചാണകം കുറച്ച് തിന്നും കൂടെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ പറഞ്ഞിരുന്നത്. ആവശ്യപ്പെട്ടാണ്. അതായത് ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒറിജിനൽ പിന്നെ ഏറ്റവും നല്ല മുസ്ലിംസ് അല്ലേ സൗദി അറേബ്യയിൽ, മക്ക മദീന അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് ഉള്ളത്. അപ്പൊ അവർക്കും ഇപ്പൊ എന്ത് മതി, ഈ ഒരു നമ്മുടെ ചാണകം മതി. ഈ ഹിന്ദുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഭാരതത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ ഭാരതാംബയ മക്കളായിട്ടാണ് കാണുന്നത്. ഇവിടെ മുസ്ലിങ്ങളെ കൊല്ലുന്നു, മോദിജി വന്ന ശേഷം മുസ്ലിങ്ങളെ കൊല്ലുന്നു, കൂട്ടക്കൊല്ല, അതുപോലെ ഇവിടുന്ന് കൊന്നിട്ട് പാകിസ്ഥാനിക്ക് എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും വല്ലതും നടക്കണ്ടോ? ഒന്നും നടക്കണില്ല. അങ്ങനെ ഇവിടെ കൊല മുമ്പായാലും ഇപ്പോഴായാലും നടക്കേണ്ടി 6 നിന്ന് 35 എത്തൂല. ഇപ്പൊ പാകിസ്ഥാനിക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാൻ വിഭജിച്ചന്ന് 13% ഹിന്ദുസ് ഉണ്ട്. ഇന്ന് 1% ഉണ്ടോ എന്ന് നമ്മൾ രണ്ടാളോട് പോയി നോക്കേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഇത് നടക്കണം, അല്ലാതെ ഇവിടെ നടക്കില്ല. ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മുസ്ലിംസായാലും ക്രിസ്ത്യൻസായാലും കൂടി വരണം. നിങ്ങളാണ് പിന്നെയും താഴോട്ട് വരുന്നത്. അത് പല വകുപ്പിലുണ്ട്. കുട്ടികളെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മതം മാറ്റിൽ സ്വയം മതം മാറുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോടെ പറയണം, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് നമ്മളെ ഏത് പാർട്ടിക്കാരായാലും ഏത് ജാതി മതക്കാരാണെങ്കിലും അവർ നല്ലതാണ് കേട്ടോ, അവരോട് പൊരുത്തപ്പെടാൻ നോക്കുക. എനിക്ക് നമ്മുടെ മോദിജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വായ തുറന്നു കഴിഞ്ഞാൽ 100 കണക്കിന് കാര്യങ്ങളാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞാണ്, എൻ്റെ വീട്ടിൽ ആരും ഒരു പാർട്ടിയിലും ഇല്ല. അവർ മനസ്സുകൊണ്ട് അവർ ലീഗും UDF ആണെങ്കിലും ഒരു പാർട്ടിയിൽ അവർ പൊതുവേ അല്ല. കാരണം ബിസിനസ്സുകാരാണ്. എൻ്റെ മൂത്ത 4 ഇക്കാക്കന്മാരെ എന്ന് വെച്ചാൽ ഞാനാണ് എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടി. ഇവരൊക്കെ മറികടന്ന് ഇവരെന്ന് ഇഷ്ടങ്ങൾ നോക്കാതെ, എൻ്റെ കുടുംബങ്ങളെന്ന് ഇഷ്ടം നോക്കാതെ ഞാൻ മതം മാറിയിട്ടില്ല. മതം മാറിയെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാവും. ഞാൻ നല്ലൊരു പാർട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പാർട്ടി വേണം വിചാരിച്ചിട്ടല്ല. ഞാനിവിടെ കേരളത്തിലും കാര്യമായിട്ട് BJP അല്ലെങ്കിൽ ജയിക്കണതോ അല്ലെങ്കിൽ BJPയിൽ വലിയ വലിയ ആളുകളുണ്ട് ഒന്നും എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. ഞാനിങ്ങനെ നമ്മൾ എല്ലാവരും ഒഴിവിട്ടുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് സിനിമ കാണുക, സീരിയൽ കാണുക. ഒന്നും കണ്ടെന്നല്ലോ പറയുന്നത്, ഇഷ്ടമല്ലോ കണ്ടോട്ടെ. ഈ സമയത്ത് ഞാൻ അപ്പോഴും ന്യൂസുകളാണ്. അപ്പോൾ അപ്പോഴാണ് ആകർഷിക്കുകയാണ് ഈ ഒരു മനുഷ്യനെ, നമ്മളെ ഈ മഹാനായ പ്രധാനമന്ത്രിയെ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. താനി നാട്ടും പുറത്തുകാരിയാണ് ഞാൻ. എന്നിട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയാണ്, അയ്യോ ഈ മോദിജി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതോ ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണം. ഇനി വീണ്ടും ഞാനത് ആവർത്തിച്ചില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണല്ലോ ഞാൻ ഈ പാർട്ടിയിൽ വന്നത്. വന്നപ്പോഴും ഞാൻ എന്തിനാ വന്നത്? എനിക്കൊരു വോട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ വാർഡിലെ സ്ഥാനാർത്ഥി വേണ്ടേ. അപ്പൊ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥിയാൻ പറ്റുമോ, എനിക്ക് പറ്റുമോ എന്നുള്ളത് ഞാൻ നിൽക്കണേ. ഞാൻ എത്ര വോട്ടാണ് വിചാരിച്ചത്? എൻ്റെ വോട്ട് മാത്രം. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവരെ വോട്ടും കിട്ടുമെന്ന് എഴുതി 2 അല്ലെങ്കിൽ 3 വോട്ട് വിചാരിച്ചാണ് ഞാൻ നിന്നത്. പക്ഷെ എന്നെപ്പോലെ മോദിജിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വോട്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചില്ല കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് വന്ന വോട്ടുകൾ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം നിങ്ങളോട് സത്യമായിട്ട് പറയും, ഈ 3 വോട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് മോദിജിയോട് താങ്ക്സ് പറയാനും മോദിജിക്ക് പൈസ കൊടുക്കാൻ പറ്റൂല, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പൊ മോദിജി നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഉപകാരങ്ങൾ, പ്രത്യേകിച്ച് ഒരു മുസ്ലിംസിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നന്ദി വാക്ക് പറയാൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിങ്ങളെ കൂടെ ഒരു മുസ്ലിം ലേഡി വേണ്ടേ എന്ന് ഞാൻ മനസ്സിലിതാക്കിയിട്ട് എനിക്കൊരു വോട്ട് ചെയ്യാൻ ഇവിടെ ഹൈന്ദവർക്ക് പോലും ധൈര്യമുള്ള സ്ഥാനാർത്ഥി നിൽക്കാൻ. അപ്പൊ പിന്നെ ഞാൻ നിന്നാലെന്താ? അങ്ങനെ ആ കാരണത്താൽ ഇവരെന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ അല്ലേ. ഞാൻ വേറെ ഒന്നിനല്ല, ഞാൻ രാജ്യദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ മതം വിട്ട് കളിച്ചിട്ടില്ല, ഞാൻ ഇന്നും എൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഈ ഒരു മോദിജിനെ സ്നേഹിച്ചതുകൊണ്ടും മോദിജിനെ മനസ്സിലാക്കിയതുകൊണ്ടും തന്നെയല്ലേ ജനങ്ങൾ എന്നെ ഏറ്റെടുത്ത്. ജനങ്ങൾ ഞാൻ പറഞ്ഞ BJP-ക്കാരെന്നല്ല, ജനങ്ങളാണ് എന്നെ ഏറ്റെടുത്ത്. നിങ്ങൾക്കറിയോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു മുസ്ലിം കോട്ടയിൽ അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്തിൽ LDF-ന്റെ UDF-ന്റെ ഇടയിൽ ഞാൻ പിടിച്ചു നിൽക്കേണ്ടത് എന്താണ്? അത് വ്യക്തിപരമായിട്ട് ഇവർക്ക് എന്നോട് ഒരു വെറുപ്പില്ല. നോക്കൂ, പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആണും പെണ്ണൊക്കെ, വലുതും ചെറുതൊക്കെ ഉണ്ട്. കാരണം എനിക്കങ്ങനെ സ്വഭാവമാണ്. 5 വയസ്സ് മുതൽ 90 വയസ്സ് വരെ എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ്. ഇവരിലൊക്കെ അനേകം LDF UDF പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കാര്യമില്ല, 90 വയസ്സായവരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്നോട്. ഞാൻ സ്വയം പറയല്ലോ കേട്ടോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിൽക്കണേ. എന്തിഷ്ടമാണോ? നീ എന്തായാലും എന്താണോ ജാതി മാറിയിട്ടൊന്നുമില്ലല്ലോ, എപ്പോഴും മുസ്ലിം തന്നെയല്ല, അതുകൊണ്ട് നിന്നോടൊന്നും വെറുപ്പില്ല. പാർട്ടിയല്ലേ അത്. ആദ്യമൊക്കെ നമ്മളെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇവർ ജാതി മതമില്ലാത്തവരാണ്, ഇവർക്ക് ജാതി ഏതാ, അമ്മ ഏതാ, അച്ഛൻ ഏതാന്ന് അറിയില്ല, ഹിന്ദു മുസ്ലിമാനെ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇതിനും കുറേ അങ്ങനെ BJP-നും കുറേ അങ്ങനെ പറഞ്ഞ അങ്ങനെയൊക്കെ ശരിയായിക്കോളൂ, പ്രശ്നം കേട്ടോ. നല്ല കമ്മ്യൂണിസ്റ്റുകാർ പറയണേ, ഒരു 80 വയസ്സായ ഏട്ടൻ പറഞ്ഞതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ മോൾ എന്തായാലും ഒരു പാർട്ടി തരുന്നത്, അത് നിനക്ക് ശരി തോന്നുന്നുണ്ടെങ്കിൽ അതിലൂടെ നടന്നോളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ നല്ലൊരു നേതാവ് ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലേ. അപ്പം അന്ന് ആ ഏട്ടൻ പറഞ്ഞപ്പോൾ എങ്ങനെ വിചാരിച്ചു, ഞാൻ വേറെ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ, ഞാൻ നേതാവോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് ആ ഏട്ടനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം ആ ഏട്ടൻ്റെ ഒരു വാക്കാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ഏട്ടൻ കേട്ടോ.
എന്നോട് പറയണം, മോള് കണ്ടോ, മോള് നല്ല ഉയരത്തിൽ നിന്നെ പാർട്ടിക്കാരെത്തിക്കും. നമ്മളെ RSSകാരെന്ന് പറഞ്ഞാൽ അവർ മോശക്കാരൊന്നല്ല, അയാൾ ഹിന്ദുവാണ് കേട്ടോ, ഹിന്ദുവാണ്. പക്ഷെ അപ്പം ഞാൻ ചോദിച്ചു, ഇന്നെന്താ ഏട്ടൻ എന്താ BJPക്ക് വരാത്ത, ഏട്ടനും മാറിക്കൂടെ എന്ന് ചോദിച്ചു. അതിന് മോളെ അങ്ങനെയല്ല, നമ്മളൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് നല്ലതായിരുന്നല്ലോ, ഒരു നല്ല രീതിയിലാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ഇങ്ങനെ മനസ്സിൽ കുടുങ്ങി അങ്ങനെ നടക്കണം. പക്ഷെ നീ തിരഞ്ഞെടുത്ത പാർട്ടി ഒരു കുഴപ്പമില്ല, അതുപോലെ എന്നിട്ട് പേടിക്കൊന്നും വേണ്ട. അവർ മോളെ കൂട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മോളെ ഉയർത്തുകയും ചെയ്യും. ആ വാക്ക് വല്ല നമ്മൾ പറയില്ലേ, പറഞ്ഞ വാക്ക് പൊന്നായി എന്ന് പറഞ്ഞ പോലെ ഇത് അതെ, നാക്ക് പൊന്നായി. അപ്പൊ നമ്മളെ BJPനെ, നമ്മളെ പാർട്ടിനെ എല്ലാവരും മനസ്സിലാക്കി. പാർട്ടി എന്ന് ഞാൻ പറയണില്ല, മോദിജിയെ അല്ലെങ്കിൽ മോദിജിയെ പോലത്തെ പ്രധാനമന്ത്രിയെ ഞാൻ എടുത്തിട്ട് പറയണത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊക്കെ ഈ ഭാരതത്തിൽ ഐക്യത്തോടെ ഇതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചോ, ജാതി മതം സ്നേഹവും സന്തോഷമൊക്കെ ആയിട്ട് എങ്ങനെ ജീവിച്ചോ അതുപോലെ അതിലേറെ ഇനിയിപ്പോൾ എന്താണോ വരാനിരിക്കണവരും വലിയ മോശമല്ല. ഇനി 5, 10, 15 വർഷം കഴിഞ്ഞിട്ട് മോദിജി നമ്മളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാലും നമ്മളെ യോഗി നോക്കൂ, നിങ്ങൾ ആ കാവി ഡ്രസ്സ് കണ്ട് പേടിക്കണ്ട. നമ്മളെ ഉസ്താദ്മാരും തലയിക്കെട്ടും വെള്ളിയൊക്കെ ഇടുന്നില്ലേ. ഒരിക്കലും വേഷം നോക്കി നമ്മൾ ആരും ഇഷ്ടപ്പെടരുത്, വിലയിരുത്തരുത്. അപ്പോൾ യോഗിജിന്റെ ആയാലും വേഷം നിങ്ങൾ നോക്കണ്ട. ഒരു പക്ഷേ അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി പുള്ളിക്ക് ആയുസുണ്ടെങ്കിൽ അവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും വീണ്ടും പറയാണ്, ആരുടെ കെണിവലിയിലും പെടാതെ അതിലൊന്നും പെടാതെ നമ്മളെ മക്കൾക്കും നമുക്കും സുഖസുന്ദരായിട്ട് നല്ലൊരു വീട്ടിൽ നല്ല ഭക്ഷണവും കഴിച്ച് അള്ളാഹുവിനോട് നമ്മളെ പ്രാർത്ഥനകൾ അതും വേണമല്ലോ അല്ലേ. അതായത് അള്ളാഹുവിനോട് 5 വക്ത് നിസ്കരിച്ച്, ഇപ്പൊ ഞാൻ മുസ്ലിം സ്ത്രീകളോട് കാര്യമായിട്ട് പറയുന്നത്, മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു 5 വക്ത് നിസ്കരിച്ച് നമ്മൾ നല്ലതുണ്ട്, നല്ല ഡ്രസ്സ് അണിഞ്ഞ് അതുപോലെ നല്ല വീട്ടിലൊക്കെ കഴിയാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അതിനും വേണ്ടി ആരാണോ നമ്മളെ രാജ്യത്തിന് നന്മ ചെയ്യണം, ആരാണോ നമ്മളെ കൂടെ നിൽക്കണം, അവരെ കൂടെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ സംഗമത്തിലുള്ള ഈ താത്തക്കുട്ടിക്ക് നമ്മുടെ മോദിജിയെ പറ്റി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതി വരാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും നമ്മളോടൊപ്പം ചേർന്ന നമ്മുടെ ഈ മലപ്പുറത്തിന്റെ ശില്പത്ത് എന്ന് പറയുന്ന സംഗമത്തിലേക്ക് ഒരുപാട് നന്ദി. നമസ്കാരം.